ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭരണപക്ഷത്തിൻ്റെ ഓരോ തള്ളുകളെയും വിദ്വേഷ പരാമർശത്തെയും അതുപോലെ തന്നെ അഴിമതിയെയും പൊളിച്ചെടുക്കുകയാണ് ധ്രുവരാട്ടി എന്ന യൂട്യൂബർ ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ചില തമ്പനിയിൽ നമ്മൾക്കൊന്ന് നോക്കാം. ഇലക്ട്രൽ ബോണ്ട് അഥവാ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി. ഏകാധിപത്യം സ്ഥിരീകരിച്ചോ? ഹൗ മില്യൺ ഇന്ത്യൻ ബ്രെയിൻ വാഷ്ഡ്? 4. മേര അബ്ദുൽ ബ്രെയിൻ വാഷിംഗ് അജണ്ട. ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷിംഗ് അജണ്ട. ഹൗ ഇന്ത്യൻ ട്രൂ ഹിസ്റ്ററി വാസ് ഹിഡൻ ഫ്രം യു. ഇന്ത്യയുടെ ഹിസ്റ്ററി നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മറഞ്ഞത്? മേര അബ്ദുൽ എന്ന തമ്പനയിലിൻ്റെ ചെറിയ തോതിലുള്ള ഒരു ഉള്ളടക്കം നമ്മൾക്കൊന്ന് നോക്കാം. അഥവാ ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷിംഗ് അജണ്ടയാണ്. എല്ലാ ഹിന്ദുക്കളെയും ബ്രെയിൻ വാഷ് ചെയ്യുക എന്നതാണ് ധ്രുവരാട്ടി ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ ചുരുക്കം. ചില വകുപ്പുകളായിട്ടാണ് ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതി ധ്രുവരാട്ടി ഈ വീഡിയോയിൽ പറയുന്നത്. ഔറംഗസീബ് vs ശിവാജി എന്നതിൻ്റെ ഉള്ളടക്കം ചെറിയ തോതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ശിവാജിയുടെയും ഔറംഗസീബിൻ്റെയും യഥാർത്ഥത്തിൽ ചരിത്രം ഹിന്ദുത്വവാദികൾ എങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരുടെ മനസ്സിൽ ശിവാജിയുടെ ചിത്രം ഒരു കാവി ധരിച്ച ഹിന്ദുക്കളുടെ സൈന്യത്തിൻ്റെ ലീഡറായിട്ടാണ്, നേതാവായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അതേപോലെ ഔറംഗസീബിൻ്റെ ചിത്രം പച്ച ധരിച്ച സൈന്യത്തിൻ്റെ നേതാവായിട്ടാണ് ഔറംഗസീബിൻ്റെ ചിത്രം ഇതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഔറംഗസീബിനെയും ശിവാജിയെയും സംസാരിച്ചു തുടങ്ങിയാൽ ഇത് പരിഹാസമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അത് ഒരാൾ ചെയ്തു. അത് നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് ധ്രുവരാട്ടി ഇവിടെ പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാണ്, നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസീബിൻ്റെ ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നാണ് കോൺഗ്രസിനോട് ചോദിക്കുകയാണ് നമ്മുടെ മന്ത്രി. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആണ് ഇലക്ട്രൽ ബോണ്ട് അഥവാ കുംഭകോണം. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിലെ ചെറിയൊരു ഭാഗം നമ്മൾ പറയാം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൊരു ധനസഹായ മാർഗമായിരുന്നു ഇലക്ട്രൽ ബോണ്ട് അഥവാ തെരഞ്ഞെടുപ്പ് ബോണ്ട്. 2017 കേന്ദ്ര ബജറ്റിൽ ധനകാര്യ ബില്ലിലാണ് അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. എന്നാൽ 2024-15 സുപ്രീം കോടതി ഇത് നിയമവിരുദ്ധമാണെന്ന് നിർത്തലാക്കുകയും ചെയ്തു.